എനിക്ക് ലഞ്ച് ബോക്സിൽ വലിയ നെല്ലിക്ക പിള്ളേർ കൊണ്ടുവരുന്നത് ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കഥ ഉണ്ടാക്കണം. ഒന്ന് മലയാളത്തിൽ 2-3 സെന്റൻസ് പറഞ്ഞേ. കുട്ടിക്കാലത്ത് മായാത്ത ഒരു ഓർമ്മയാണ് ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ടിഫിൻ ബോക്സ് തുറക്കുന്നതും മറ്റുള്ളവരിലേക്ക് എത്തി നോക്കുന്നതും. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഉപ്പിലിട്ട നെല്ലിക്ക. മധ്യവേനൽ അവധിക്കാലത്ത് വീട്ടിൽ മാങ്ങ, നെല്ലിക്ക ഇവയെല്ലാം ഉപ്പിലിട്ട് തരുമായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതിൽ നിന്ന് എത്തി നോക്കുന്ന ഉണ്ടക്കണ്ണുകൾ പോലത്തെ ഉപ്പിലിട്ട നെല്ലിക്ക ഒരു മധുര സ്വപ്നമാണിപ്പോഴും. അതിനെ ഓർത്ത് രാത്രികളിൽ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇതെന്തുവാ, കുക്കറി ഷോയോ? നെല്ലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കണേ? വല്ലത് ക്ലാസ്സിലിരുന്ന് നെല്ലിക്ക ഇട്ട് സ്വപ്നം കണ്ട് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി, അപ്പൊ അടി കിട്ടിയടത്ത് നെല്ലിക്കയുടെ പോലെ ഒരു ഉണ്ട പൊങ്ങി വന്നൊന്നും എല്ലാം പറയാതെ ഓടുന്നു. ഞാൻ പറയാം. അപ്പോൾ സീൻ ലഞ്ച് ടൈമാണ്. എല്ലാവരും ലഞ്ച് ബോക്സൊക്കെ തുറന്നു വയ്ക്കുന്നു. എല്ലാവരും പരസ്പരം ലഞ്ച് ബോക്സസൊക്കെ ആസ്വദിക്കുന്നു. പലതും ഷെയർ ചെയ്യാനൊക്കെ പറ്റും എന്നറിയുമ്പോൾ മനം സന്തോഷം കൊണ്ട് തുള്ളുന്നു. അപ്പോഴാണ് നിത്യ അത് കണ്ടത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ സാധനം. കൂട്ടുകാരിയുടെ പാത്രത്തിലെ ആ വലിയ നെല്ലിക്ക. ഇന്നേ വരെ ചെറിയ നെല്ലിക്ക മാത്രമേ നിത്യ കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കയ്പും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവം പൊളിച്ചു. നിത്യ മാത്രമല്ല, ക്ലാസ്സിലെ പല കുട്ടികളും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരുന്നു. കൂട്ടുകാരി എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനൊക്കെ തന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഉച്ച കഴിഞ്ഞ് പല ടീച്ചർമാർ വന്നു പോയതൊന്നും നിത്യ അറിഞ്ഞില്ല. നെല്ലിക്ക സ്വപ്നത്തിൽ മുഴുകിയിരുന്നു. രാത്രി സ്വപ്നങ്ങളിലും തലയ്ക്കുമീതെ നെല്ലിക്കകൾ നൃത്തം വെച്ചു. പല കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു വ്യക്തി നിത്യയുടെ വീട്ടിനടുത്തുണ്ടായിരുന്നു. ജയാൻറ്റി ഓടിപ്പോയി പുള്ളിക്കാരിയോട് നെല്ലിക്കയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ജയാൻറ്റി സ്കൂട്ടി ഓടിച്ച് ഒരു വലിയ ചാക്ക് നിറയെ വലിയ നെല്ലിക്കകളുമായി വന്നു. ആ നെല്ലിക്കകളൊക്കെ ഒരു മരച്ചൂട്ടിലിരുന്ന് നിത്യ ഒറ്റയടുക്ക് തിന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്തെങ്കിലും കണ്ടാൽ മോഹിക്കുക, അതെങ്ങനെയെങ്കിലും വാങ്ങാൻ നോക്കുക, വാങ്ങി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി മറക്കുക.